ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ അരച്ച മത്തിക്കറി വെച്ചാലോ? അതിനായിട്ട് ഞാൻ ഇവിടെ ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുകൂടാതെ മീൻ നല്ല വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിനകത്തേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് എടുത്തു വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വാടി കിട്ടണം കേട്ടോ. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഇവിടെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴേക്ക് ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഉലുവാപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക്. ഞാൻ ഇവിടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം, നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഈ വെള്ളം ചെറിയ രീതിയിലൊന്ന് പറ്റിക്കണം. ഇതൊന്ന് നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് അരച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം മീൻ അതിനകത്ത് കിടന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. പുളിയുടെ അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 2 കഷ്ണം ഇട്ടാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇനി ഇതിനകത്തേക്ക് കഴുകി വെച്ചിരുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ഉണ്ടമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടമുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പറ്റി വന്നപ്പോഴേക്ക് ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തിക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.